ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിൽ. ഒരുപക്ഷെ നമ്മളൊക്കെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു വാർത്ത ന്യൂസ് മാധ്യമങ്ങളിൽ തെളിയുന്നത്. മുഖ്യമന്ത്രി മത്സരിച്ച ഒരു മണ്ഡലം എന്നതിനപ്പുറം CPM-ന് രാഷ്ട്രീയപരമായി ഏറെ അടിത്തറയുള്ള ഈ മണ്ഡലത്തിൽ UDF-ന്റെ മുന്നേറ്റം ആരും പ്രതീക്ഷിച്ചതല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മണ്ഡലത്തിലെ ഏതാണ്ട് 8 പഞ്ചായത്തുകളിൽ കടമ്പൂർ ഒഴികെ ബാക്കിയെല്ലാം LDF-നൊപ്പമാണ് നിൽക്കുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ ആദ്യ റൗണ്ടുകളിൽ തന്നെ UDF-ന്റെ പല പഞ്ചായത്തുകളും LDF-ന്റെ പല പഞ്ചായത്തുകളിലും UDF ലീഡ് നേടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വാർത്തകൾ പുറത്തു വന്നതോടുകൂടി എല്ലാവരും അന്വേഷിക്കുകയാണ്, ആരാണ് ആ സ്റ്റാർ ക്യാൻഡിഡേറ്റ്. ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയായ VP അബ്ദുൾ റഷീദിനെ അടുത്തറിയുന്നവർക്ക് ഇതൊരത്ഭുതമായി തോന്നുന്നില്ല. കാരണം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ LDF-ന്റെ ഭൂരിപക്ഷം മുൻപുണ്ടായിരുന്നതിനേക്കാൾ പകുതിയോളം കുറച്ചു കൊണ്ടുവന്ന സൂപ്പർ സ്റ്റാർ കാൻഡിഡേറ്റ് ആണ് അബ്ദുൾ റഷീദ്. LDF-ന്റെ കുത്തക സീറ്റിൽ നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയായിരുന്നു ആ പോരാട്ടം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ 2016 UDF സ്ഥാനാർത്ഥിയായിരുന്ന രാജേഷ് നമ്പ്യാർക്കെതിരെ അദ്ദേഹം കേരള കോൺഗ്രസ് എംകാരനായിരുന്നു. CPM-ലെ ജെയിംസ് മാത്യു ആയിരുന്നു അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 40,617 വോട്ടുകളായിരുന്നു. എന്നാൽ LDF തരംഗം കൊണ്ടുവന്ന 2021 ആ ഭൂരിപക്ഷം 22,689 കുറച്ചു കൊണ്ടുവന്ന അബ്ദുൾ റഷീദ് എന്ന UDF സ്ഥാനാർത്ഥി, അവിടെയാണ് അദ്ദേഹത്തിന്റെ മാജിക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 7.85% വോട്ടുകൾ UDF കൂട്ടിയപ്പോൾ LDF-ന് അവിടെ കുറഞ്ഞതാകട്ടെ 7.84% വോട്ടുകളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തവണ തളിപ്പറമ്പിൽ ഈ അബ്ദുൾ റഷീദ് മത്സരിക്കും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ CPM വിമതനായി വന്ന TK ഗോവിന്ദന് സീറ്റ് കൊടുക്കണം എന്ന പുതിയ സമവാക്യം UDF-ൽ വന്നതോടെ തീർച്ചയായിട്ടും റഷീദിന് സീറ്റ് നഷ്ടമാകുന്നു. അവിടെ പിന്നീട് അദ്ദേഹത്തിന് തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അബ്ദുൾ റഷീദ് തുടർന്ന് ധർമ്മടത്തേക്ക് പോകുന്നു, അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ധർമ്മടത്തെ സ്ഥാനാർത്ഥി ആവുകയായിരുന്നു. അവിടുന്ന് തുടക്കം മുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവൻ പോലും അപകടത്തിലാണ് എന്നുള്ള ഒരു വാർത്തകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം തുടക്കം മുതൽ ഒരുക്കിയിരുന്നു. അപ്പോൾ ലീഡ് പിടിക്കുമെന്ന ആത്മവിശ്വാസം ഇന്നലെ പരസ്യമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ജയിക്കുക എന്നതിനപ്പുറം ഒരു തവണയെങ്കിലും പിണറായി പിന്നിൽ എന്നുള്ള വാർത്ത അവിടെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് എത്രത്തോളം ജനത്തിന് അനഭിമതനായി മാറുന്നു പിണറായി എന്നുള്ളതാണ്. മാത്രമല്ല ആറ്റിറ്റ്യൂഡ്, ജനങ്ങളോടുള്ള കാഴ്ചപ്പാട് എത്ര പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഇത് വിളിച്ചറിയിക്കുകയാണ്. ജവഹർ ബാലവേദിയിലൂടെയും അതിൻ്റെ ജവഹർ ബാലജന വിഭാഗമുണ്ടല്ലോ, അതിലൂടെയും KSU-യിലൂടെയും ഒക്കെ സംഘടനാ പ്രവർത്തനം നടത്തി എത്തിയ ആളാണ് ഇദ്ദേഹം. ഈ റഷീദ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ KPCC അംഗമായിട്ട് വന്ന ആളാണ് അബ്ദുൾ റഷീദ്. ധർമ്മടം മണ്ഡലത്തിലെ പലയാട് ക്യാമ്പസിൽ നിയമപഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാകുന്നതിന്. അതിനെ തുടർന്ന് 1 വർഷം അദ്ദേഹം പോലീസ് സുരക്ഷയിൽ പഠനം നടത്തുന്നു. 6 വർഷമായി ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പൊതുവാച്ചേരിയിൽ അദ്ദേഹം താമസിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ സ്ഥിരാംഗമായിരുന്നു. അപ്പം പടിപടിയായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൃത്യമായ കാൽക്കുലേഷൻസോടെ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്ക്, അദ്ദേഹത്തിന്റെ ഇമേജിനെ അറിയാവുന്നവർ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അറിയാവുന്നവർക്ക് ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ വരവ് ഒരു അത്ഭുതമല്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ സ്വീകാര്യത കിട്ടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ധർമ്മടം പോലെ ഒരു സ്ഥലത്ത് റഷീദിനെ പോലെ ഒരാൾക്ക് വേറൊരു സ്ഥലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടും തിരിച്ചവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ സ്വീകാര്യത കിട്ടുന്നു എങ്കിൽ അവിടെ ഒരു ആൾട്ടർനേറ്റീവ് സ്പേസ്, പിണറായിക്ക് എതിരായ ഒരു സ്പേസിലേക്ക് ആളുകൾ ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം ഒരുപക്ഷെ പിണറായി ഒരു മോശം മുഖ്യമന്ത്രി എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള പെരുമാറ്റ രീതി,
ഒരുപക്ഷെ അദ്ദേഹം ജനങ്ങളെ അന്യവൽക്കരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു എന്നുള്ളതാണ്. ഒരു അധികാരത്തിൽ വരുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത തന്നെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ കുറിച്ച് ജനങ്ങൾക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോകുന്ന അകമ്പടി വാഹനങ്ങൾ തന്നെ തുടക്കത്തിലെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുള്ളതാണ്. അതേസമയം നമുക്കറിയാം ഇവിടെ പണ്ടുണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ ധാരാളം മന്ത്രിമാർ, അത് EMS മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിയാൽ പലരെയും മുഖ്യമന്ത്രിമാരായിരുന്ന ഇപ്പം PKV കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. നേരത്തെ ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ CPI-യുടെയും CPM-യുടെയും പല അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നു. പലരുടെയും ജീവിത ശൈലികൾ നമ്മൾ എടുത്തു നോക്കണം. അവരൊക്കെ ജനങ്ങളിൽ നിന്ന് അന്യരല്ല എന്ന തോന്നൽ, ഇവിടെ ബസ്സിൽ കയറി പോവുകയും ബസ്സിലേക്ക് സെക്രട്ടറി നിയമസഭയിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാടാണ്. അവിടേക്ക് വളരെ വലിയ വാഹനവ്യൂഹത്തിലൂടെ പോവുകയും അതുപോലെ തന്നെ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മൗനം പാലിക്കുകയും ക്രെഡിബിലിറ്റി ഇല്ലാത്ത മറുപടികൾ കൊടുക്കുകയും. ഇപ്പം ശബരിമലയിൽ അഴിമതി ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട്, അതിന് നടപടിയെടുക്കുന്നു എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? പല ഇപ്പോൾ തന്നെ നന്ദഗോവിന്ദ ഭജൻസിന് പൈസ കൊടുത്തു എന്ന് റിപ്പോർട്ട് വരുന്നു. അവരവിടെ പോയിട്ടേ ഇല്ല എന്ന് അവർ പരസ്യമായി പറയുന്നു. ഇവിടെ അന്വേഷണത്തിന്റെ പ്രസക്തി ഇല്ലല്ലോ. അപ്പൊ ക്രെഡിബിലിറ്റി അവിടെ, എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ് അവിടെ അഴിമതി ഉണ്ടായിട്ടില്ല എന്ന്. അവിടെ ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നു. അവിടെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി വന്ന് അന്വേഷിച്ച് മറുപടി കൊടുക്കേണ്ടുന്ന കാര്യമില്ല. കാരണം ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും നന്ദഗോവിന്ദ് ഭജൻസ് അവിടെ പാടിയിട്ടുണ്ടോ ഇല്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. ഇതിനകത്ത് വേറെ എൻക്വയറിയുടെ കാര്യമില്ല. അപ്പൊ ക്രെഡിബിലിറ്റി എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആ ക്രെഡിബിലിറ്റിയിൽ എവിടെയോ ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. അതൊരു പക്ഷേ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ മകൾക്കും ഒക്കെ എതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛയെ ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹം എടുത്ത നിലപാടുകൾ, മാധ്യമങ്ങളോടുള്ള നിലപാടുകൾ, അതുപോലെ തന്നെ തന്ത്രപരമായി ഒരുപക്ഷെ പല കാര്യങ്ങളിലും വ്യക്തമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറൽ, ഈ ഒരു അബ്സ്ട്രാക്ട്നെസ്, അതായത് ഒരു കൃത്യത ഇല്ലായ്മ സ്വാഭാവികമായും പിണറായിജിയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സംശയമൊന്നും വേണ്ട. റഷീദിനെ പോലെ മിടുക്കനായ ഒരു വ്യക്തി തീർച്ചയായിട്ടും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തനം നടത്തുകയും വളരെ സൈലൻ്റായി ഓരോ സ്റ്റെപ്പ് പടിപടിയായി KSUവിൽ പ്രവർത്തിക്കുന്നു, ബാലവേദികളിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ജവഹർ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിലുള്ള കാഴ്ചപ്പാടുകളും മികവും ഒക്കെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം തരംഗത്തിൽ പോലും നേർപകുതിയായി കുറയ്ക്കാൻ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിസ്സാരക്കാരനല്ല. ഇപ്പം പിണറായിയുടെ ഈ ജനങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ വന്ന ആ ഏലിയനേഷൻ, അല്ലെങ്കിൽ അവരെ പലപ്പോഴും അവർക്ക് അന്യവൽക്കരിക്കപ്പെട്ടു പോയ ഒരു സമീപനം, ജനങ്ങളിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടു പോയൊരു സമീപനം പിണറായിക്കുണ്ടായതും, അതുപോലെ തന്നെ റഷീദിനെ പോലെ ഇപ്പം മൈനോറിറ്റി വിഭാഗത്തിലാണ് അദ്ദേഹം ഇടുന്നതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയുള്ളവർക്ക് തെരഞ്ഞു പിടിച്ചൊരു സ്വീകാര്യത കൊടുക്കുകയും ഇതിനെതിരെ നിലകൊണ്ടവർക്ക് മൃദു സമീപനങ്ങൾ പലയിടത്തും പുലർത്തിയവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുന്നതിനും ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു സൂചനയാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, എങ്ങനെ ഭരിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് തങ്ങളുടെ യജമാനന്മാർ എന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവാകട്ടെ പിണറായി വിജയൻ ഇല്ലാതെ പോയത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണവും. അഥവാ പരാജയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇനി അവിടെ വിജയിച്ചാലും പരാജയപ്പെട്ടതായിട്ട് കണക്കാക്കുന്നതാണ് നല്ലത്. കാരണം ധർമ്മടം പോലെ ഒരു സ്ഥലത്ത് ആദ്യത്തെ 5 റൗണ്ടിൽ പിന്നിൽ പോവുക എന്ന് പറഞ്ഞാൽ അത് വിജയമല്ല, പരാജയമാണ്. പക്ഷെ അന്തിമ ചിത്രം വരാനിരിക്കുന്നതേ ഉള്ളൂ, നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം വിജയിക്കുമായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ ഏതാണ്ട് 8 പഞ്ചായത്തിൽ 7 പഞ്ചായത്തും കൂടെ നിന്ന LDFനെ തുടക്കത്തിലേ കൈവിട്ടുവെങ്കിൽ ഇനി ചിത്രം വളരെ വ്യത്യസ്തമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ജനങ്ങൾ വിഡ്ഢികളല്ല തെരഞ്ഞെടുപ്പിൽ എന്ന് കേരള ജനത ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. അഭിമാനപൂർവ്വം നമ്മൾ ഓർക്കുകയാണ്. കേരളം ആയാലും കേരള ആയാലും കേരളീയന് മാറ്റമൊന്നുമില്ല. ആ കേരളീയൻ വളരെ പ്രബുദ്ധനായ കേരളീയനാണെന്ന് തെരഞ്ഞെടുപ്പിൽ ഒരുപോലെ തെളിയിക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല.